ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ തന്റെ സങ്കേതത്തിൽ വന്നില്ലെങ്കിൽ ആവണിയെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കുകയാണ് ചെങ്കൽ മധു. തുടർന്ന് അർച്ചന ടെൻഷനോടെ നിൽക്കുമ്പോൾ അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുഞ്ഞിനെ കൊണ്ടുപോയത് മധുവാണ്, അതുകൊണ്ട് എന്താണെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അവൾക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, അതെ, എനിക്കറിയാം ആവണി മോളെ എങ്ങനെ രക്ഷിക്കണമെന്ന്. ഞാൻ തന്നെ അവളെ കൊണ്ടുവരികയും ചെയ്യും. എൻ്റെ ആവണിമോളെ കൊണ്ടുപോയത് ചെങ്കൽ മധുവല്ല, എത്ര വലിയ ഗുണ്ടയായാലും ഞാൻ അവിടെ പോവുകയും ചെയ്യും. അയാളെ കണ്ട് സംസാരിക്കുകയും ചെയ്യും. ആവണിമോളെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിന്റെ വെല്ലുവിളിയൊന്നും അവനോട് ചിലവാകില്ല. അവനെ ആള് വേറെയാണെന്ന് അവന്തികയും പറയുന്നു. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന്. നിങ്ങൾ അതിലൊന്നും ഇടപെടേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അർച്ചന ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. സിയെ വിളിച്ച് ചെങ്കൽ മധുവും സംഘവും തന്നെയാണ് ആവണിമോളെ തട്ടിക്കൊണ്ടുപോയതെന്ന് കൺഫേം ചെയ്യുകയാണ്. അതേസമയം തന്നെ സച്ചിയുടെ ഫോണിലേക്ക് അവന്തിക വിളിക്കുകയാണ്. കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സച്ചി പറയുന്നു. എന്നാലേ സച്ചി വിഷമിക്കേണ്ട, ആവണിമോളുള്ള സ്ഥലത്തേക്ക് അർച്ചന പോയിട്ടുണ്ട്. ആവണിയെ ചെങ്കൽ മധുവിൻ്റെ അടുത്താണുള്ളത്. അർച്ചനയെ ആ ചെങ്കൽ മധു വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ആവണിമോളെ വെറുതെ വിടണമെങ്കിൽ അർച്ചന 1 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ടേക്ക് ചെല്ലണമെന്നാ മധു പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി അർച്ചന അതിനായി ഇറങ്ങി തിരിച്ചിട്ടുമുണ്ട്. അവരെപ്പോലുള്ള ഗുണ്ടകളുടെ സ്വഭാവം സച്ചിക്ക് നന്നായി തന്നെ അറിയാമല്ലോ. അവരുടെ ഇടയ്ക്ക് പെട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യെന്ന് അവന്തിക പറയുന്നു. ഗർഭിണിയായിരിക്കുന്ന ഈ സമയത്ത് ചെങ്കൽ മധുവിനെ പോലെ ഒരു ഗുണ്ടയെ വെല്ലുവിളിക്കേണ്ട എന്തെങ്കിലും കാര്യം ഈ അർച്ചനയ്ക്കുണ്ടോ? സച്ചി എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം. പിന്നെ ആവണിമോളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്തിക കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് കോള് കട്ട് ചെയ്തതിന് ശേഷം അവന്തിക പറയുകയാണ്, ഇപ്പോഴാ ഒരു സമാധാനമായത്. രണ്ടും കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ. പിന്നീട് കാണിക്കുന്നത് അർച്ചന ചെങ്കൽ മധുവിന്റെ വീട്ടിൽ വന്നിരിക്കുന്നതാണ്. ആവണിമോൾ എവിടെയെന്ന് അർച്ചന അവിടെയുള്ള ഗുണ്ടകളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ലെന്നും നിങ്ങൾ ഇറങ്ങിപ്പോകാനും ആ ഗുണ്ടകളിൽ ഒരാള് അർച്ചനയോട് പറയുന്നു. മര്യാദയ്ക്ക് എൻ്റെ ആവണിമോളെ ഇവിടുന്ന് ഇറക്കി വിടാനായി അർച്ചന ദേഷ്യത്തോട് പറയുമ്പോൾ നിന്റെ ആവണിമോളെ ഞാൻ അങ്ങ് ചുട്ടുകൊന്നു, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആ ഗുണ്ട ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ അയാളെ അടിക്കാനായി കൈ പൊക്കുകയാണ്. എന്നാൽ ആ ഗുണ്ട പെട്ടെന്ന് തന്നെ മാറുമ്പോൾ താഴേക്കിറങ്ങി വരുന്ന ചെങ്കൽ മധുവിൻ്റെ കവളത്തിട്ടാണ് ആടി കൊള്ളുന്നത്. തുടർന്ന് മധു പറയുകയാണ്, നിനക്ക് നല്ല കയ്യൊക്കെ ഉണ്ട്. ഇതിന് ഞാൻ നിന്നെ തിരിച്ചു തല്ലാത്തതേ എൻ്റെ അനിയത്തെ പോലെ നീയും ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. തുടർന്ന് അർച്ചന പറയുകയാണ്, എൻ്റെ ആവണിമോൾ എവിടെ? മര്യാദയ്ക്ക് എൻ്റെ ആവണിമോളെ തിരിച്ചു തന്നോ. ഒരു കൊച്ചു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിനെ വെച്ച് വിലപേശാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞങ്ങളെ സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന ഗുണ്ടകളാ, അതുകൊണ്ട് ഞങ്ങളിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയെന്ന് മധു പറയുന്നു. നീ ഇവിടെ കിടന്ന് നിലവിളിച്ചത് കൊണ്ടൊന്നും തന്നെ കുട്ടിയെ കിട്ടാൻ പോകുന്നില്ല. അതിന് നീ ചില കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിന്നെ ഇങ്ങോട്ടേക്ക് വരുത്താൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തത്, അല്ലാതെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതൊന്നും എൻ്റെ രീതിയല്ല. നിന്റെ ഭർത്താവെ അനൂപിനെ എനിക്ക് കൊണ്ടുതരാമെന്നാ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ വാക്കൊന്നും പാലിക്കില്ലെന്ന്. എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് അർച്ചന പറയുന്നു. പോലീസിനെയൊക്കെ വിളിക്കാം, അതിനു മുമ്പ് നീ ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞുകൊണ്ട് ആവണി കരയുന്ന ശബ്ദം ഫോണിലൂടെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഒരു ഗുണ്ട. തുടർന്ന് മധുവിനെ കോളറിൽ പിടിച്ചുകൊണ്ട് അർച്ചന പറയുകയാണ്, മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞെവിടാണെന്ന് പറഞ്ഞോണം. അതാണോ നിനക്കറിയേണ്ടതെന്ന് മധു ചോദിക്കുന്നു. അതേസമയം ആവണി കുറെ ഗുണ്ടകളുടെ ഒപ്പം കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. എൻ്റെ ആവണി മോളില്ലാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകില്ലെന്നും ആവണിക്ക് ഒരു പോറലെങ്കിലും ഏറ്റാൽ നിന്നെ ഞാൻ കൊന്നിരിക്കുമെന്നും അർച്ചന വെല്ലുവിളിക്കുകയാണ്. തുടർന്ന് അർച്ചന പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അനിയത്തെ സ്നേഹിച്ചു എന്നൊക്കെ പറയുന്നത് വെറും കള്ളം മാത്രമാണ്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ അർച്ചന പറയും. മധു പറയുകയാണ്, നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്താണെങ്കിലും കുഞ്ഞിനെ ഞാൻ വിട്ടു തന്നേക്കാം. പക്ഷേ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. ഈ ചെങ്കൽ മധുവിന്റെ ദേഹത്ത് ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കൈവയ്ക്കുന്നത്. അതിന് നിനക്ക് ചെറിയൊരു ശിക്ഷയുണ്ട്. നീ ഗർഭിണി ആയതുകൊണ്ട് മാത്രം അതിന് ഒരിളവ് തരാം. നീ എൻ്റെ കാലൊന്നും പിടിക്കണ്ട, പകരം കാല് കഴുകണം. ശരി, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ ആവണിമോളെ കിട്ടണം. അതൊക്കെ കിട്ടുക തന്നെ ചെയ്യും. നീ ആദ്യം ഞാൻ പറഞ്ഞത് ചെയ്യും. മധു പറയുമ്പോൾ അർച്ചന അവിടെ ഉണ്ടായിരുന്ന ഒരു ഉരുളി എടുത്തുകൊണ്ട് വന്ന് മധുവിന്റെ കാല് കഴുകുകയാണ്. അതേസമയം അതെല്ലാം വീഡിയോ എടുത്ത് വെക്കാനായി മധു ഒരാളോട് പറയുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, ഇനി ആവണിമോളെ കൊണ്ടുവരാനായി അർച്ചന പറയുമ്പോൾ അവിടെയുള്ള എല്ലാവരും ചെങ്കൽ മധു പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന അർച്ചന പറയുകയാണ്, നിങ്ങളുടെ അനിയത്തിയും ഗർഭിണിയായിരുന്നെന്ന് നിങ്ങൾ ഓർത്തോ? നിങ്ങളുടെ അനിയത്തിയെ കൊണ്ടായിരുന്നു ഇപ്പോൾ ആരെങ്കിലും ഇത് ചെയ്യിച്ചിരുന്നതെങ്കിലോ?
നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോഴേ അവള് ദേവിയെ പോലെയാണ്. അവളെ ആരും ഉപദ്രവിക്കാറില്ല, വേദനിപ്പിക്കാറില്ല, അപമാനിക്കാറുമില്ല. നിങ്ങളിപ്പോ എന്നെ കൊണ്ട് ചെയ്യിച്ചതേ നിങ്ങളുടെ അനിയത്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അർച്ചനയുടെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന മധുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.